എല്ലാവരും 22 പ്രവർത്തകരായിരിക്കും അല്ലേ? ചാലക്കുടി ഫുൾ ടൈം ഫുൾ ടൈം വർക്കിംഗ്. 5 മണിക്ക് ഇറങ്ങണി തയ്യാറാണ്. 5 മണിക്ക് ആര് കാണും? 5 മണിക്ക് ആരും പുറത്ത് കാണും? ഞങ്ങൾക്ക് ഇറങ്ങണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം. നമുക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരാൻ വന്നിരിക്കും നമ്മൾ സ്ഥാനാർത്ഥിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സന്തോഷം സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതം നേരം മാറ്റിവെച്ച് ഇറങ്ങിയിട്ടുള്ള സ്വയം ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ള പ്രവർത്തകരാണ്. അപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു സൂചനയാണ് ദേശീയ തലത്തിൽ നിന്നും വരുന്നത്. പലതരത്തിലുള്ള സർവേകളും അത് പ്രവചിക്കുന്നു. നിങ്ങളുടെ ഒരു കണക്കൂട്ടൽ എന്താ ചോദ്യം? നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. സർവേകൾ പറയുന്നത് ഒരുപക്ഷെ വന്നേക്കാം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു സെക്കൻഡ് കൂടി, ചാർലി പോയായിരുന്നു. ചാർലി, നമ്മുടെ ഈ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് വിവിധ സർവേകളിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മികച്ച ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാ അഭിപ്രായമുണ്ടെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം സ്വീകരിക്കുന്ന മതേതരത്വമല്ലാത്ത നിലപാടുകളോടും വെറുപ്പിന്റെ രാഷ്ട്രീയത്തോടും നമുക്ക് യോജിപ്പില്ല എന്നുള്ളതാണ്. അതിനകത്ത് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് ചാർലിക്കാണെങ്കിലും 2020 അപ്പോൾ നമ്മൾ ഇനി യാത്ര ആവുന്നു. അപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കാം. വലിയ തരംഗം ആഞ്ഞടിക്കുന്നുണ്ട്. യുവാക്കളും അമ്മമാരും അതുമായി ബന്ധപ്പെട്ട നാടിന്റെ വികസനവും ക്ഷേമം ആഗ്രഹിക്കുന്നവരൊക്കെ 2020 അനുകൂലമായി വോട്ട് ചെയ്യും. താങ്ക് യു.